ജോയിന്റ് കൗൺസിലിൻ്റെ രാപ്പകൽ സത്യഗ്രഹത്തിനാണ് റോഡിൽ വേദി ഒരുക്കിയത്. വഞ്ചിയൂരിന് സമാനമായാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലും വേദി. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, ഈ രാവിലെ ജോയിന്റ് കൗൺസിലിൻ്റെ ഒരു നേതാവ് പ്രതികരിക്കുന്നത് കണ്ടു. അതായത് ഇതുവരെ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായില്ലല്ലോ, ഇനിയും ഉണ്ടാകില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ന്. ഇപ്പോൾ അവിടെ വലിയ ഗതാഗത തിരക്കാണ്. കൃഷ്ണരാജ്, വലിയ ഗതാഗത കുരുക്കാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രൂപപ്പെട്ടിരിക്കുന്നത്. അതായത് രണ്ട് ഭാഗത്തു കൂടി, സമരം നടക്കുന്ന ഭാഗത്തു കൂടിയും അതുപോലെ തന്നെ ഒൻപത് തെറ്റിച്ച് സമരത്തിന് ഇപ്പുറത്തു കൂടിയും രണ്ട് റോഡിന് ഇരുവശങ്ങളിൽ കൂടി ഇപ്പോൾ വാഹനങ്ങളെ കടത്തിവിടുന്നൊരു സാഹചര്യമാണുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അതായത് MG റോഡിൽ നിന്ന് കിഴക്കേക്കോട്ടയ്ക്ക് പോകുന്ന ഭാഗത്തേക്കുള്ള ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സൗത്ത് ഗേറ്റിന് മുമ്പിലാണ് നിൽക്കുന്നത്. ഈ തിരക്ക് വർദ്ധിച്ചതോടെ, ജനങ്ങൾ കൂട്ടമായി വന്നതോടെ, വാഹനങ്ങൾ വന്നതോടുകൂടി വലിയ രീതിയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇരുഭാഗങ്ങളുടെയും അല്പസമയം മുമ്പാണ് പോലീസ് ഇപ്പം ഈ സ്ഥലത്തേക്ക് എത്തിയത്. പോലീസ് എത്തിയതിനു ശേഷമാണ് രണ്ട് ഭാഗങ്ങളിലൂടെയും വഴിതിരിച്ചു വിട്ട് ഗതാഗതം യോഗ്യമാക്കുന്ന നടപടിയിലേക്ക് കടന്നത്. നേരത്തെ അതിനു മുമ്പ് ഈ ഭാഗത്ത് തിരക്കേറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ജോയിന്റ് കൗൺസിലിന്റെ വിവിധ സംഘടനകളുണ്ട്. ആ സംഘടനകൾ പ്രകടനമായി ഈ സമരവേദിയിലേക്ക് എത്തുകൂടി ചെയ്തതോടുകൂടി വലിയ തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരക്ക് കൂടിയതോടുകൂടി വാഹനങ്ങൾക്കടക്കം പോകാൻ കഴിയാത്ത സാഹചര്യമായി. അതിനുശേഷമാണ് പോലീസ് രംഗത്ത് ഇവിടേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് പോലീസ് ഇവിടേക്ക് എത്തുകയും അതുപോലെ തന്നെ കണ്ടോൺമെന്റ് പോലീസാണ് ഇവിടേക്ക് എത്തിയത്. എത്തിയതിനു ശേഷമാണ് ഗതാഗതം പിന്നീട് വഴിതിരിച്ചു വിടുന്ന ഒരു നടപടിയിലേക്ക് കടന്നത്. ഇപ്പോൾ ഈ സമരഗേറ്റിനടുത്ത് നിന്നും കിഴക്കേക്കോട്ട ഭാഗത്തേക്ക് പോകുന്ന ആ സ്ഥലത്തേക്ക് രണ്ട് ഭാഗങ്ങളിലേക്ക് വഴി തിരിച്ചു വിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഗതാഗതം യോഗ്യമാക്കിയിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ അല്പസമയം കൊണ്ട് ഇത് ഒന്ന് മാറിക്കിട്ടിയിരുന്നു. കുറച്ചു മുമ്പൊക്കെ ഇത് വലിയ ഒരു രൂക്ഷമായ പ്രതിസന്ധിയായിരുന്നു. ജനങ്ങൾക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ സ്റ്റേജ് റോഡ് കയ്യേറി കെട്ടിയത് കൂടിയാണ് ഇത്തരത്തിലൊരു രൂക്ഷമായ പ്രതിസന്ധിക്ക് കാരണമായത്. മാത്രമല്ല, ഈ പ്രവർത്തകർ ഓരോരുത്തരും വരുന്ന ഒരു സ്ഥലങ്ങളുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്നൊക്കെ, അതായത് വിവിധ ജില്ലകളിൽ നിന്നടക്കം നിരവധി പ്രവർത്തകർ ഇവിടേക്ക് എത്തുകയും അവരെല്ലാം സമരമായിട്ട് കൂട്ടമായി വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതോടുകൂടി ഈ സ്ഥലത്ത് വലിയ രീതിയിലേക്ക് ആളുകൾ കുന്നുകൂടുന്നൊരു സാഹചര്യമുണ്ടായി, കൂട്ടമായി നിൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇതോടെയാണ് ഈ ഗതാഗത പ്രതിസന്ധി രൂക്ഷമായത്. ആദ്യം ഇതിനെ നിയന്ത്രിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല, പോലീസുകാരും ഉണ്ടായിരുന്നില്ല. ആ ഒരു സ്ഥിതിയായിരുന്നു. ഇപ്പോൾ ഒന്ന് രണ്ട് പോലീസ് ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. മറ്റ് സ്ഥലത്ത് അതിനുശേഷം വഴിതിരിച്ച് വിടുന്ന ഒൺവേയിലൂടെ തന്നെ വഴിതിരിച്ച് ഇരുഭാഗത്തു കൂടി വണ്ടി കടത്തി വിടുന്ന ഒരു നടപടിയിലേക്ക് ഇപ്പോഴാണ് കാണുന്നത്. എന്തായാലും ഇത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകർ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു വലയം തീർക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇത് വാർത്തകളിലൂടെയൊക്കെ വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നത്. ഈ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം, അവിടെ വലിയ ഗതാഗത പ്രതിസന്ധിയായിരുന്നു. ഗതാഗതങ്ങൾ ഇവിടെ ഒരു ട്രാഫിക് സിഗ്നലിലൂടെ സ്ഥിതി ചെയ്യുന്ന സാഹചര്യമുണ്ട്. അല്ല പ്രശാന്ത്, ഈ വഞ്ചിയൂരിൽ ഈ സംഭവം നടന്നിട്ട് അധിക ദിവസമൊന്നും ആയില്ല. അവിടെ എന്ത് നടപടി? ഹൈക്കോടതി വരെ ഇടപെട്ടു. അപ്പോഴാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ തിരക്കുള്ള, ജീവനക്കാർ എത്തുന്ന, ബസ്സുകൾ തുടരെ വരുന്ന, വാഹനങ്ങളാകെയും ഒഴുകിയെത്തുന്ന ഒരിടത്ത് റോഡ് കയ്യേറി ഗതാഗത കുരുക്കുണ്ടാക്കുന്നത്, സമ്മേളനം നടത്തുന്നത് അല്ലെങ്കിൽ പ്രതിഷേധം നടത്തുന്നത്, ഈ പോലീസിന് ഒരു വലിയ വിവാദത്തിൽ നിന്ന് തലയൂരാൻ പോലും പറ്റാതാകാത്ത വിധം കേസെടുക്കേണ്ടി വന്ന ഇടത്തിന് വളരെ ദൂരെ അല്ലാത്തൊരിടത്താണ് ഇപ്പോൾ ഈ തടസ്സം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വന്ന് 2-3 പോലീസുകാർ വന്ന് ഈ ഗതാഗതമൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിന് മുന്നേ ഒന്ന് മനസ്സ് വെച്ചാൽ ഈ വേദി ഇവിടെ നിർമ്മിക്കുന്നത് തടസ്സപ്പെടുത്താമായിരുന്നല്ലോ. ഇപ്പോൾ ആരെ കാണിക്കാനാണ് ഇങ്ങനെ മനുഷ്യച്ചങ്ങല തീർത്ത് റോഡ് ഒരുക്കാൻ ജോയിന്റ് കൗൺസിലുകാർ ശ്രമിക്കുന്നത്? കൃഷ്ണ, അത് തന്നെയാണ്. ഇപ്പോഴാണ് ഈ മനുഷ്യച്ചങ്ങലയൊക്കെ തീർത്ത് റോഡ് നിയന്ത്രിക്കുന്ന ഒരു സമീപനം ഉണ്ടായി. ചേട്ടാ, ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ ഈ ബസ് പോകുന്ന റോഡിലാണ് ഇവിടെ പൊതുയോഗം നടക്കുകയാണ്. അപ്പോൾ അതിന് ബസ് പോകാനുള്ള പകരം സംവിധാനം ചെയ്യണം. അപ്പോൾ ഗവൺമെൻറ് അതിൻ്റെതായ ഒരു നടപടികളൊക്കെ എടുക്കണ്ടേ? അതിനെടുക്കാനുള്ള ഒരു കാര്യങ്ങൾ പത്രങ്ങളോട് TV മാധ്യമങ്ങളോട് പറയും. റോഡ് കയ്യേറിയിട്ടാണ് ഈ സ്റ്റേജ് നിൽക്കുന്നത്. അതാണ് റോഡ് സ്റ്റേജ് ചെയ്ത അത് ഭരണകക്ഷിയുടെ ഒരു സംഘടനയാണ് നടത്തുന്നത്. അതിനെതിരെ പ്രതികരിക്കാനുള്ള ജനങ്ങൾക്കില്ലേ? അതിനെതിരെ പ്രതികരിക്കണം, അല്ലെങ്കിൽ ബസ് പോകാനുള്ള സംവിധാനം ചെയ്യണം. കൃഷ്ണരാജ്, അതാണ് ഈ
വഴിയാത്രക്കാർക്കും പറയാനുള്ളത് ഇതാണ്. കാരണം റോഡ് കയ്യേറിക്കൊണ്ടാണ് ഇത് നടക്കുന്നത്. ഇപ്പോഴാണ് നമ്മൾ രാവിലെ മുതൽ തന്നെ വാർത്ത നൽകുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പറഞ്ഞത് ഗതാഗത പ്രതിസന്ധി ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഈ വാഹനങ്ങൾ കൂട്ടമായി എത്തിയതോട് 10 മണി കഴിഞ്ഞതോടുകൂടി വാഹനങ്ങൾ എത്തി തുടങ്ങിയതോടുകൂടിയാണ് ഇപ്പോൾ നമ്മുടെ ക്യാമറ വന്നതോടുകൂടിയാണ് ഈ മനുഷ്യച്ചങ്ങല തീർക്കുന്ന രീതിയിലേക്കൊക്കെ നീങ്ങുന്നത്. കാരണം 100 പേർക്കെതിരെ കണ്ടാൽ അറിയാവുന്ന 100 പേർക്കെതിരെ കേസെടുത്തു എന്ന വാർത്ത വരുന്നുണ്ട്. എന്തൊരു കഷ്ടമാണ്. തുടക്കത്തിലെ ഈ വേദി അവിടെ സ്ഥാപിക്കേണ്ട എന്നൊരു തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ പോലീസിന് ഇനി കണ്ടാൽ അറിയുന്ന 100 പേരെ തേടി നടക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇതിപ്പോൾ നമുക്ക് വ്യക്തമാണ്. അതായത് ഒരു വാഹനത്തിന് വളരെ കഷ്ടിച്ച് പോകാവുന്ന ഇടമേ ഉള്ളൂ. അതും ബസ്സിനൊന്നും പോകാൻ കഴിയില്ല. നമ്മൾ നേരത്തെ അത് കണ്ടതുമാണ്. ബസ് എതിരെ വാഹനങ്ങൾ വരുന്ന വഴിയിലൂടെയാണ് പോകുന്നത്. ആ വഴിയിൽ തന്നെ സ്റ്റാച്യു ജംഗ്ഷനിൽ ബസ്സുകൾ നിർത്തുന്നു. റോഡ് ക്രോസ് ചെയ്ത് വന്ന് ആൾക്കാർ അതിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. ആ ഒരു വശത്തു കൂടിയും ചെറിയ വാഹനങ്ങൾ പോകുന്നുണ്ട്. അങ്ങനെ ഒരു അപകടത്തിൻ്റെ സൂചന കൂടി ഉണ്ടാകുന്ന തരത്തിൽ ആൾക്കാരെ ആശങ്കപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അവിടെ കാണാനാകുന്നത്, അല്ലേ? തീർച്ചയായും കൃഷ്ണ, നമുക്കറിയാം ഒരാഴ്ച പിന്നിട്ടതേ ഉള്ളൂ ഈ കിഴക്കേക്കോട്ടയിൽ ട്രാഫിക് മൂലം ഒരു മനുഷ്യന്റെ ജീവൻ പൊലിഞ്ഞിട്ട് ഒരു വാഹനങ്ങൾക്കിടയിൽപ്പെട്ട് മരണം നടന്നിട്ട് ഒരാഴ്ച പിന്നിട്ടേ ഉള്ളൂ. അതും ഈ കിഴക്കേക്കോട്ട ഭാഗത്താണ്. അത്തരത്തിലുള്ള ദുരിതമാണ് ഈ ട്രാഫിക് കൊണ്ട് നമുക്കറിയാം തലസ്ഥാനത്തെ അവസ്ഥ. പ്രത്യേകിച്ച് പൊതുവിൽ ഈ സെക്രട്ടേറിയറ്റിലേക്ക് വരുമ്പോൾ ഈ പല സമരങ്ങളും നടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അവിടെ തിരക്ക് വലുതാണ്. ഇപ്പോൾ തന്നെ ഈ ജോയിന്റ് കൗൺസിലിന്റെ മറ്റൊരു സംഘടനയാണ് കടന്നു വരുന്നത്. ഇവിടെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇവർ കടന്നു വരികയാണ്. നിങ്ങൾ കടന്നു വരുന്നതോറും ഈ ഭാഗം വലിയ രീതിയിൽ ഒരു തിരക്കേറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. എന്തായാലും നമ്മൾ രാവിലെ തന്നെ ഇത് പറഞ്ഞിരുന്നു. കാരണം ഇതൊരു നിയമലംഘനമാണെന്ന് ഇവരെ അറിയിച്ചിരുന്നു, അധികൃതർ പോലും അറിയിച്ചപ്പോൾ പോലും സമരങ്ങൾ ചെയ്യേണ്ടത് ആവശ്യകത എന്നൊരു അഴകുഴമ്പൻ വർത്തമാനം നമ്മൾ നാടൻ ഭാഷയിൽ പറയും. ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തൊക്കെ ഇതിന്റെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് സംസാരമുണ്ടായത്. അതായത് ഈ റോഡ് കയ്യേറിക്കൊണ്ടാണ്, അല്ലെങ്കിൽ നടവഴി റോഡ് കയ്യേറിക്കൊണ്ടാണ് സ്റ്റേജ് നിർമ്മാണം അടക്കം നടത്തിയത്. പൊതുജനങ്ങൾക്കടക്കം വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമാണെന്നെല്ലാം ബോധിപ്പിച്ചു നമ്മൾ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ആ സമയത്തെല്ലാം നമ്മളോട് പോലും ഇതിന്റെ ജോയിന്റ് കൗൺസിലിന്റെ തന്നെ സംസ്ഥാന നേതാക്കളടക്കം പ്രതികരിച്ചത് ഇത്തരത്തിൽ സമരങ്ങൾ ചെയ്തെങ്കിലേ മതിയാകൂ എന്നൊരു സമീപനമാണ് ഉണ്ടായത്. എന്തായാലും ഈ സമരങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായി എന്ന് തന്നെ വേണം പറയാൻ. രാപ്പകൽ സമരമാണ്, കഴിഞ്ഞ ദിവസം തുടങ്ങിയ സമരമാണ്. ഇപ്പോൾ ഈ സമരം ഉന്നയിച്ചാണ് ആർക്കെതിരെയാണ്? പങ്കാളിത്ത പെൻഷൻ അടക്കം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരമാണ്. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള സമരം കൂടിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതാണ് ഏറ്റവും വലിയ രസം. സംസ്ഥാന സർക്കാരിനെതിരായ സമരം, പൊതുവഴിയിൽ ആളെ തടഞ്ഞ് ഇവരുടെ മുന്നണിയിലെ ഒന്നാമത്തെ കക്ഷിയാണ് ഭരിക്കുന്നത്. മന്ത്രിമാർ ഇവർക്കുമുണ്ട്, CPI-ക്കാർക്കുമുണ്ട്. ഇവർ നേരിട്ട് മന്ത്രിമാരെ കണ്ടോ MLA-മാരെ കണ്ടോ ഇക്കാര്യമൊക്കെ പറഞ്ഞ് നിയമസഭയിൽ ഉന്നയിച്ചോ അല്ലെങ്കിൽ മുന്നണി യോഗത്തിൽ ഇതൊക്കെ സംസാരിച്ചോ പരിഹരിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. എന്തിനാണ് പൊതുനിരത്തിൽ ഇറങ്ങി ആളെ കളിയാക്കുന്നത്, ആളെ വടിയാക്കുന്നത്? കൃഷ്ണരാജ്, തീർച്ചയായും അത് തന്നെയാണ്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, അതുപോലെ തന്നെ പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം എന്നത്. അതും സംസ്ഥാന സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ ഒരു മുന്നണിയിൽപ്പെട്ട സർവീസ് സംഘടന നടത്തുന്ന സമരം എന്നതാണ് ഇതിനകത്ത് ഏറ്റവും വിരോധാഭാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമരത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട മുന്നണിയിലെ രണ്ടാം കക്ഷിയായ CPI-യുടെ സർവീസ് സംഘടനയുടെ സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. രാപ്പകൽ സത്യാഗ്രഹമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ സത്യാഗ്രഹത്തിലാണ് ഇത്തരത്തിൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള വാഹനങ്ങൾ പൂർണ്ണമായും പോകാൻ കഴിയാത്ത രീതിയിലുള്ള സമീപനം ഉണ്ടായിക്കൊണ്ട് ഒരു സമരം സത്യാഗ്രഹവും നടക്കുന്നത്. നേരത്തെ തന്നെ വലിയേറെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മളടക്കം രാവിലെ മുതൽ തന്നെ ഇവിടെ നിന്ന് ഈ ഇതിന്റെ അധികൃതർ ധരിപ്പിക്കുകയും അതുപോലെ തന്നെ ഈ വിഷയം അല്ലെങ്കിൽ ഇതുകൊണ്ടുണ്ടാക്കാവുന്ന ഗതാഗത പ്രതിസന്ധി അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോഴൊന്നും പ്രതികരിച്ചില്ല. പോലീസ് അനങ്ങാപ്പാറതായും സ്വീകരിക്കുകയും ചെയ്തു. പോലീസ് ഈ ഭാഗത്തേക്ക് വന്നതേ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ആ പോലീസ് ഇവിടേക്ക് എത്തിയതും ഗതാഗതം രണ്ടായിട്ട്, അതായത് ഒൺവേയിൽ കൂടി തന്നെ ഇരുവശങ്ങളിലേക്ക് വാഹനം കടത്തിവിടുന്ന നിലയിലേക്കെല്ലാം പോലീസ് ചെന്നെത്തിയത്. ഇപ്പോഴാണ് CPI നേതാവ് പന്ന്യൻ രവീന്ദ്രനും അടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അങ്ങനെ ഒരു സമയത്താണ് ഇങ്ങനെ ഇത്രയൊരു പ്രതിസന്ധി ഉണ്ടാവുന്നത്. സാർ, ഇങ്ങനെ ഒരു വലിയ ഈ ഗതാഗത പ്രതിസന്ധി എല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്റ്റേജ് നിർമ്മാണം അടക്കം സമരം നടക്കുകയും ചെയ്യാണ്. നമുക്കറിയാം, മഞ്ജുവിലെ പ്രശ്നത്തിൽ ഹൈക്കോടതിയിൽ അടക്കം പരാമർശങ്ങളുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ സംസ്ഥാനത്തെ ഒരു ഭരണകക്ഷിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സമീപനം ഉണ്ടാകുന്നത്. എല്ലാ സമരങ്ങൾ നാട്ടിൽ അനിവാര്യമാണ്. സമരങ്ങൾ ജനങ്ങൾക്ക് മെച്ചമുണ്ടാക്കുന്ന സമരങ്ങൾ റോഡിൽ കൊണ്ട് നടന്നത് തെറ്റുമാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കും.
ഇത് സാധാരണഗതിയിൽ ഇവിടെ ചെയ്യുന്ന ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ പരിശോധിക്കാം. കാരണം ജനങ്ങൾക്ക് ഒരിക്കലും ഉപദ്രവം ഉണ്ടാകുന്ന ഒരു രീതിയിൽ നമുക്ക് ഈ മാതിരി കാര്യങ്ങളിൽ പോകാൻ പറ്റില്ല. റോഡ് കയ്യേറിക്കൊണ്ടാണ് അങ്ങക്ക് പിന്നെ തിരിച്ചു നോക്കി കഴിഞ്ഞാൽ ആ സ്റ്റേജ് കെട്ടിയിരിക്കുന്നതൊക്കെ മനസ്സിലാക്കും. അതായത് അങ്ങയുടെ തൊട്ടുപിന്നിലാണുള്ളത്. അല്ല, നമ്മൾ അവരോട് പറഞ്ഞ് അവരെ പരമാവധി നിയന്ത്രിക്കുന്നുണ്ട്. അത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ വേണ്ട ചെയ്യും. നടവഴിയും അതുപോലെ തന്നെ റോഡും ഒരു ഭാഗം പൂർണ്ണമായും കയ്യേറിക്കൊണ്ടാണ് ഇതുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് അടക്കം കേസെടുത്തൊന്നു കണ്ടാലറിയാവുന്ന 100 ആവട്ടെ നോക്കാം. നമുക്ക് നോക്കാം. വലിയ പ്രതിസന്ധിയായിട്ട് അതല്ല അത് ഞാൻ പറഞ്ഞത് ജനങ്ങളെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഉണ്ടാവാൻ പാടില്ല. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാം. പിന്നെ പരിശോധിക്കാം കേട്ടോ. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നതാണെന്നുള്ളൊരു എല്ലാം നമ്മൾ പരിശോധിക്കാം. നിങ്ങൾ പറയുന്ന പ്രശ്നങ്ങൾ അങ്ങയുടെ കണ്ണിന് നേരെ അതെ അതാണ് ഞാൻ പറഞ്ഞത്. അവരോട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിലുള്ള പ്രശ്നങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ എല്ലാ ഏർപ്പാടും ഉണ്ടാക്കാം. സമരമല്ലേ ഇത്? അല്ല, ഇനി ആവർത്തിക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കുന്ന പറഞ്ഞില്ലേ. പിന്നെ സർക്കാരിനെതിരെയുള്ളൊരു സമരമാണ്, പെൻഷൻ ചോദിച്ചുകൊണ്ടുള്ള സമരമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സമരങ്ങൾ ഒഴിവാക്കാൻ പാടില്ലായിരുന്നു. അതൊക്കെ വേറെ നമുക്ക് ചർച്ച ചെയ്യണ്ട, ഇപ്പൊ ചർച്ച ചെയ്യണ്ട കേട്ടോ. അതാണ് ഈ വിഷയങ്ങളൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതാണ് പറയുന്നത്. എന്നാൽ ഇത്തരം സംഭവങ്ങൾ പരിശോധിക്കുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. CPI നേതാവാണ് പന്ന്യൻ രവീന്ദ്രനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ പരിശോധിക്കുമെന്നാണ്. അദ്ദേഹത്തിന് തൊട്ടു പിന്നിലാണ് ഈ സ്റ്റേജ് സ്ഥിതി ചെയ്യുന്നത്. റോഡ് കയ്യേറിക്കൊണ്ടുള്ള ഈ നടപടി ഉണ്ടായത് നഗ്നമായ ഗതാഗത ലംഘനമാണ്. ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിലുള്ള അല്ലെങ്കിൽ നടക്കുവാനും സഞ്ചരിക്കുവാനുമുള്ള അവകാശത്തിന് എതിരായി നടന്ന ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു നടപടിയാണ്, അല്ലെങ്കിൽ നിലപാടാണ് ഇപ്പോൾ പന്ന്യൻ രവീന്ദ്രന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പരിശോധിക്കാമെന്ന് പറയുമ്പോൾ പോലും അല്ലെങ്കിൽ പരിശോധിക്കാമെന്ന് പറയുന്നത് മാത്രമാണ് അദ്ദേഹത്തിൽ, അല്ലാതെ മറ്റ് ഇത് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലേക്കൊന്നും പറയുകയും ചെയ്യുന്നത്. അദ്ദേഹവും ഇതിനെ ഈ ഒരു നിർമ്മാണത്തെ അല്ലെങ്കിൽ ഈ ഒരു നടപടിയൊക്കെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തും ഉണ്ടായത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഗതാഗത പ്രതിസന്ധി ഇവിടെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും രൂക്ഷമായ ഗതാഗത പ്രതിസന്ധി കൂടി ഉണ്ടാകുകയാണ് ഈ സമരം കൊണ്ടുണ്ടാകുന്നത്. കഴിഞ്ഞ ഇന്നലെ മുതൽ ആരംഭിച്ച സമരമാണ് രാപ്പകൽ സമരം. CPIയുടെ സർവീസ് അനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള രാപ്പകൽ സമരമാണ്. ആ രാപ്പകൽ സമരത്തിലാണ് ഇത്തരത്തിൽ റോഡിലേക്ക്, അതായത് നടപ്പാതയും റോഡും കയ്യേറിക്കൊണ്ടുള്ളൊരു നിർമ്മാണം ഉണ്ടായിരിക്കുന്നത്, സ്റ്റേജ് നിർമ്മാണം ഉണ്ടായിരിക്കുന്നത്. ഹൈക്കോടതിയുടെ അടക്കമുള്ള ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം വഞ്ചൂരിലെ റോഡിന്റെ ഭാഗത്ത് റോഡ് തടഞ്ഞുകൊണ്ടുള്ള സ്റ്റേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ സ്റ്റേജ് നിർമ്മാണം നടത്തിയതിന് ഹൈക്കോടതിയുടെ ഭാഗത്ത് അടക്കം രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായിട്ട് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോഴാണ് വീണ്ടും സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള മുന്നണിയുടെ ഭാഗമായിട്ടുള്ള CPIയിലെ പ്രധാനപ്പെട്ട ഒരു സർവീസ് സംഘടനയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ളൊരു നഗ്നമായ ഗതാഗത മനുഷ്യത്വരഹിതമായ ലംഘനം ഉണ്ടാകുന്നതെന്ന് വേണം എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. സ്ഥലത്തിപ്പോഴും ഗതാഗത പ്രതിസന്ധിയുണ്ട്. ഇപ്പോൾ മാത്രമാണ് ഈ പ്രവർത്തകർ ഒരു മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ട് ഒരു വാഹനങ്ങൾക്ക് പോകാനുള്ളൊരു നടപടി സ്വീകരിച്ചത്. ഇതിനു മുമ്പ് വലിയ രീതിയിൽ ഈ രണ്ട് സൈഡിലൂടെയും വാഹനങ്ങൾ കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഈ സെക്രട്ടേറിയറ്റ് സ്വാഭാവികമായി സമരങ്ങളുടെ ഒരു ഭൂമിയാണ്. സെക്രട്ടേറിയറ്റിന്റെ മുൻഭാഗം എന്ന് പറയുന്നത് പല സംഘടനകൾ പലരും അവരുടെ പ്രതിഷേധം അറിയിക്കാൻ ഇവിടേക്ക് എത്തും. പക്ഷേ ആ സമരങ്ങൾക്കെല്ലാം ഒരു സമയം നൽകുകയും ആ സമയം നൽകിക്കൊണ്ട് ആ സമയം കഴിഞ്ഞു പോകുമ്പോൾ ശരി പ്രശാന്ത്, ഏതായാലും വഞ്ചിയൂരിൽ കണ്ടതിന് സമാനമായത് സെക്രട്ടേറിയറ്റിന് മുന്നിലും അവരുടെ വകയാണെന്ന് തോന്നും. അതിന് ടെലിവിഷൻ ചാനലുകളുടെ ക്യാമറകൾ മുന്നിലേക്ക് എത്തുമ്പോൾ ആളെ പറ്റിക്കാനൊരു മനുഷ്യച്ചങ്ങല തീർത്ത് ഞങ്ങളിതാ സുരക്ഷിതമായ ഗതാഗത സൗകര്യം ഒരുക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന രീതിയാണ് ഇവിടെ കാണുന്നത്. മറ്റൊന്ന്, പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞത് തെറ്റാണ്, ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുമെന്ന്. അടുത്ത പ്രതിഷേധം നടക്കുമ്പോഴും നേതാക്കൾ ഇതൊക്കെ തന്നെ പറയും. അല്ലാതെ സമരമുഖമല്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ എന്ന് കാണിച്ച് കൊടുക്കേണ്ടത് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും കടമയാണ്. പ്രതിഷേധമാകാം, അതിന് നിശ്ചിത സമയവുമുണ്ട്. പക്ഷേ ഇതിങ്ങനെ രാപ്പകൽ എന്ന പേരിൽ വഴി തടസ്സപ്പെടുത്തിയുള്ള സമരങ്ങൾ എന്തിന് എന്ന ചോദ്യമാണ് ഉയരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.